ഹായ് ഫ്രണ്ട്സ്. അപ്പം ഏകദേശം ഒരു 3 ഇയർ കഴിയാറായല്ലേ നമ്മളുടെ യൂട്യൂബ് ചാനൽ ലൈവായിട്ട്. മേ ബി അബൌട്ട് ഒരു കുറച്ച് വീഡിയോസോട് ഇട്ടാൽ 200 വീഡിയോ ആവും. അപ്പം അതൊന്നുമല്ല ഞാൻ സംസാരിക്കാൻ വന്നത്. ഇന്ന് ശരിക്കും ഒരു പുതിയ സംഭവം കൂടി തുടങ്ങിയാണ്. മമ്മ ആൻഡ് ബണ്ണി എന്നൊരു ബൊട്ടിക്, ലൈക്ക് ലേഡീസ് വെയർ, കിഡ്സ് വെയർ ഒക്കെ ഓൺലൈനായിട്ട് സെല് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും. എ ഡേ മേ ബി ഇറ്റ് വിൽ ബി എ ഷോപ്പ് ഓർ സംതിങ്. പക്ഷേ തൽക്കാലം നമ്മളതൊരു ഓൺലൈൻ കാര്യം കുറച്ചുകൂടി ഞാനൊരു ഷോപ്പ് ഇട്ടാൽ അതിൻ്റെ ഒരു റേഡിയസിലുള്ള ആൾക്കാർക്ക് മാത്രമേ അത് കിട്ടുന്നുണ്ടായിരിക്കുള്ളൂ. അപ്പം ഇത് ഓൺലൈൻ ആകുമ്പം ലൈക്ക് മേ ബി വേൾഡ് വൈഡ് ചെയ്യാമല്ലോ. നമ്മളുടെ സംരംഭത്തിൻ്റെ ഇൻസ്റ്റാ പേജ് ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. മമ്മ ആൻഡ് ബണ്ണി ഭയങ്കര ക്യാച്ചായിട്ടുള്ള നെയിമാണെന്ന് ആണ് എൻ്റെ വിശ്വാസം. എനിക്കറിയില്ല. എന്നാൽ സ്വാഭാവികമായിട്ട് നമുക്ക് ഫുഡിലേക്ക് കിടക്കാമല്ലേ. എന്തോ ഒരു കിഴി അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് റൈസ് ബൗളാണ്. വാളയാർ ഞാൻ ലൈക്ക് വടക്കുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ഓഫ് കോഴ്സ് ഇന്ത്യയുടെ എല്ലാ തവണയും ഈവൻ അങ്ങ് കോയമ്പത്തൂരൊക്കെ വെച്ച് വിശന്നാലും ഞാൻ ഇവിടെ വന്ന് ആഹാരം കഴിക്കാറുള്ളൂ. ഈ ഒരു ബൊട്ടിക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ റീസണബിൾ ആണ് പ്രൈസ്. കാര്യം ഈ പറയുന്ന ഭയങ്കര ഹൈഫൈ ആയിട്ടുള്ള അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള സ്റ്റഫ് മേ ബി പല തവണയും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഐ മീൻ വലിയ വലിയ ബ്രാൻഡ്സ് ചൂസ് ചെയ്തിട്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ മെറ്റീരിയൽ മേ ബി എനിക്ക് 100% ഗ്യാരണ്ടി തരാൻ പറ്റും. അത് ഒരിക്കലും അതിനൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അതിൻ്റെ മുഴുവൻ റെസ്പോൺസിബിലിറ്റി മറ്റുള്ളവരെ പോലെയല്ല, ഞാനത് ഏറ്റെടുക്കുന്നതായിരിക്കും. പിന്നെ ഓഫ് കോഴ്സ് വീക്ക് ബൈ വീക്ക് പുതിയ പുതിയ ഡിസൈൻസ് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കും. ഇതിൻ്റെ കൂടെ ഒരു ആവോലി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ക്വാളിറ്റിയെക്കുറിച്ച് പറഞ്ഞല്ലോ. ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ തന്നെ, ഞാൻ കോയമ്പത്തൂർ തൊട്ട് വിശന്നിട്ട് ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ വന്ന് ആഹാരം കഴിച്ചത്? ലൈക്ക് അവർ കീപ്പ് ഓൺ ചെയ്യുന്ന ഒരു ഇതുണ്ട്, ആ ഒരു ടേസ്റ്റ് അത് പാളിപ്പോയിരിക്കാൻ ഈ ഹോട്ടൽ അത്ര ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആവോലി വരട്ടെ, അതുകൂടെ കാണിക്കാം. അങ്ങനെ നമ്മളുടെ ആവോലി പൊള്ളിച്ചത് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ദിവസങ്ങൾ, ഒരുപാട് യാത്രകൾ, കുറേ ഷോപ്പുകൾ, അങ്ങനെ നടന്നാണ് ഞാൻ ഈ ഒരു ഇതിലെത്തിയത്. ലൈക്ക് ഒരു ബൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈവൻ ചെറിയ സംരംഭങ്ങൾ ഇടുന്ന പ്രൈസ് കണ്ടിട്ട്, ആ ടാഗ് നോക്കിയിട്ട് എനിക്ക് അങ്ങേയറ്റം സങ്കടം വന്നിട്ടാണ് ഞാനിങ്ങനെ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്നത്. കാര്യം മേ ബി നല്ല മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിൽ എത്തണമല്ലേ, അതിലാണ് കാര്യം ഇരിക്കുന്നത്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ പേജ് ഫോളോ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇൻസ്റ്റയിൽ അതിലോണേ ഡെയിലി ബേസിസ് അല്ലെങ്കിൽ എന്താ പറയുന്നത്, എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടുള്ള പുതിയ പോസ്റ്റുകൾ വരുന്നുണ്ടായിരിക്കും. പുതിയ ഡിസൈൻസ്, പുതിയ ഫാഷൻ്റെ ലോകം. ലൈക്ക് ആവോലി പൊള്ളിച്ചത്, ഇത് പുക പറന്നു പോകുന്നുണ്ട്. ഇറ്റ്സ് എ ഫ്രഷ് വൺ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പം വളയാറാണ് ലൊക്കേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതുവഴി പോകുന്നവരൊന്ന് കയറിയേക്കണേ. താങ്ക് യു. മേ ബി ഒരു 2019 ഷുഗർ കട്ട് ചെയ്ത ഒരാളാണ് ഞാൻ. ഇന്ന് ഈ മധുരം കഴിക്കുന്നത് എനിക്ക് അത്രയും സന്തോഷമുള്ള ഒരു ദിവസമാണ് നാളെ ഉള്ളത്. തീർച്ചയായിട്ടും മമ്മ ആൻഡ് ബണ്ണി തുടങ്ങുകയാണ്. അപ്പോൾ ഒരു ചെറിയ സ്വീറ്റ് കഴിച്ചുകൊണ്ട് നമുക്ക് അതങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാമല്ലേ. പുഡിങ്ങുകൾ എന്നും എൻ്റെ പ്രിയങ്കരമാണ്. ലൈക്ക് അപ്പോൾ വേറെ കാര്യമുണ്ടേ. എൻ്റെ മമ്മ ആൻഡ് ബണ്ണിയിൽ നിന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ള ആദ്യത്തെ 10 പേരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഞാൻ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ക്ലോത്ത് അല്ലെങ്കിൽ എന്താ ഈ പറയുന്ന ഒരു അറ്റയർ ഞാൻ ഗിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം താങ്ക് യു ഫോർ അഗെയിൻ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ, ഹംഗ്രി റാബിറ്റ് ആൻഡ് മമ്മ ആൻഡ് ബണ്ണി.